കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആശാ വർക്കർമാർ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ആശാ വർക്കർമാർ 48 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരത്തിനും 10 ദിവസമായി നടത്തിവരുന്ന നിരാഹാര സമരത്തിനും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാർ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ സമരം നടത്തുന്നത്. അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന സംസ്ഥാന സെക്രട്ടറി KM ബീവി ധർണ ഉദ്ഘാടനം ചെയ്തു. സംവിധാനം ശക്തമായി നിലനിർത്തണമെങ്കിൽ ഇന്ന് ആശാ പ്രവർത്തകർ വേണമെന്ന സ്ഥിതി വന്നിരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ അധികാരികൾ പരമാവധി കാര്യങ്ങൾ കൈയൊഴിയാണ്. ശമ്പളം തരണ്ട, ആനുകൂല്യങ്ങൾ തരണ്ട, നമ്മളെ കൊണ്ട് ദിവസവേതനത്തിന് തുച്ഛമായ കൂലിക്ക് പരമാവധി പണിയെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഇന്ന് നിലനിൽക്കുന്ന ഈ മുതലാളിത്ത സ്ഥാപനങ്ങൾ നടത്തുന്ന നയങ്ങൾ പോലെ തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പണിക്കെടുത്തത്. പക്ഷേ ഇന്ന് 19 മണിക്കൂർ വരെയൊക്കെ പണിയെടുത്തുകൊണ്ട് അതിനുള്ള വേതനം ലഭിക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അധികമായി എടുക്കുന്ന പണിക്ക് പോലും വണ്ടിക്കൂലിക്ക് ഓട്ടോ പിടിച്ച് പോളിയോ കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്താനുള്ള വക പോലും പോളിയോ വാക്സിൻ കൊടുക്കുന്ന ദിവസം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇൻസെന്റീവ് തന്നെ വർദ്ധിപ്പിച്ചിട്ട് എത്രയും വർഷങ്ങളായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ആശാ പ്രവർത്തകർ സമരത്തിന്റെ ഭാഗത്തേക്ക് വരുന്നത്. അതിജീവനത്തിനായി പൊരുതുന്ന ആശാ വർക്കർമാരുടെ സമരം സർക്കാർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. SC/ST സംരക്ഷണ മുന്നണി നേതാവ് K മായാണ്ടി, K വാസുദേവൻ, INTUC പുതുനഗരം മണ്ഡലം പ്രസിഡന്റ് T ഗിരീഷ് കുമാർ, സാമൂഹിക പ്രവർത്തകൻ കനകദാസ്, AITUC ജില്ലാ പ്രസിഡന്റ് TA വിജയരാഘവൻ, TK സുധീർ കുമാർ, K അബ്ദുൾ അസീസ്, വിവിധ PHC പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. രേവതി രാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ N സുഗന്ധി സ്വാഗതവും K ശാന്തകുമാരി നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.